ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ആരാധകർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മത്സരം ഇന്നാണ് അരങ്ങേറുന്നത്. കരുത്തരായ PSG-യും റയലും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ന്യൂ ജേഴ്സിയിലെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. തികച്ചും അപ്രവചനീയമായ ഒരു മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. ഏതായാലും രണ്ട് ടീമുകളുടെയും നിരയിൽ ഏതൊക്കെ താരങ്ങൾ ഇറങ്ങും, അതിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം റയലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഡീൻ ഹുയ്സണെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല കിലിയൻ എംബപ്പെ തിരിച്ചെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഗോൺസാലോ ഗാർഷ്യക്ക് ഒരു പക്ഷേ പുറത്തിരിക്കേണ്ടി വന്നേക്കും. റയലിൻ്റെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് തിബൌട്ട് കോർട്ടുവ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി ഡിഫൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അലക്സാണ്ടർ അർണോൾഡും ഫ്രാൻ ഗാർഷ്യയും വിംഗർമാരായിക്കൊണ്ട് അഥവാ വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഉണ്ടാകും. ഇനി സെൻട്രൽ ബാക്ക് പൊസിഷനിൽ റൗൾ അസെൻസിയോ ഇടം നേടിയേക്കും. അതുപോലെ തന്നെ അന്റോണിയോ റൂഡിഗറും അവിടെ ഉണ്ടാകും. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫെഡെ വാൽവർദെ, ചുവാമെനി, ആർദ ഗുളർ, അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 4 താരങ്ങളെ ഉൾപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആർദ ഗുളറൊക്കെ സാബിക്ക് കീഴിൽ മികച്ച പ്രകടനം നടത്തുന്നു. ഇനി സ്ട്രൈക്കർമാരുടെ പൊസിഷനിൽ വരിക കിലിയൻ എംബപ്പയും വിനീഷ്യസ് ജൂനിയറും ആയിരിക്കും. ഇങ്ങനെയാണ് റയലിൻ്റെ ഒരു 11 പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സാബിയാണ് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം. ചിലപ്പോൾ ഫോർമേഷനിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. ഇനി PSG-യുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഡൊണ്ണാരുമ തന്നെയായിരിക്കും. അതുപോലെ തന്നെ വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഹക്കീമിയും മെൻഡസും ഉണ്ടാകും. സെൻറ്റർ ബാക്കുമാരായിക്കൊണ്ട് മാർക്കീഞ്ഞോസ്, ബെറാൾഡോ എന്നിവരായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നെവസ്, വീറ്റീഞ്ഞ, ഫാബിയാൻ റൂയിസ് എന്നിവർ ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ ക്വാരസ്കേലിയ, ഡെംബലെ, ഡെസിയെ ഡുവെ എന്നിവരായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ശക്തമായ ഒരു നിരയെ തന്നെ PSG ഇറക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.